Hi dear nurses, welcome back to Dr. APG Nursing Academy, Trivandrum, Kerala. ഡോക്ടർ എ പി ജി നഴ്സിംഗ് അക്കാഡമിയുടെ ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ട് വരുന്ന GMCH, RRB, ESIC അതുപോലെയുള്ള മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നേഴ്സിംഗ് എക്സാംസുകൾ, ജോബ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ഞങ്ങൾ ഈ യൂട്യൂബ് ക്ലാസ് വഴി സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ എമർജൻസി റൂം നേഴ്സ് ഈസ് അസസിങ് എ 22-year-old മെയിൽ ഹു ഹാസ് ബീൻ യൂസിങ് opioids. What symptoms indicate that the client is overdosed? അല്ലേ, അപ്പം നമുക്കറിയാം ഒപ്പിയോയിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി എന്തുണ്ടാവും? റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും, കൺസ്ട്രിക്റ്റ് ഓഫ് പീപ്പിൾ ഉണ്ടാവും, ഹൈപ്പോ ടെൻഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ഒപ്പിയോയിഡ് ക്യാൻ യൂസ് ടു constricted people and hypertension. Okay, next question: which of the following is pair is the negative not a negative symptom of schizophrenia? അല്ലേ, സ്കീസോഫീനിയയിൽ നമുക്കറിയാം പോസിറ്റീവ് സിംറ്റംസ് ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസ് ഉണ്ട് അല്ലേ. പോസിറ്റീവ് സിംറ്റംസിനെ നമ്മൾ അഡിക്റ്റീവ് ബിഹേവിയർ എന്നും നെഗറ്റീവ് സിംറ്റംസിനെ നമ്മൾ ഡെഫിഷ്യൻറ്റ് ബിഹേവിയർ എന്നുമാണ് വിളിക്കുന്നത് അല്ലേ. അപ്പം ഡെഫിഷ്യൻറ്റ് ബിഹേവിയറായ നെഗറ്റീവ് സിംറ്റംസ് നമുക്ക് എയിൽ തുടങ്ങുന്നതെല്ലാം ഏതിൽ പോകും? നെഗറ്റീവ്സിൽ പോകും. ഇവിടെ എടുക്കുമ്പോൾ ഫ്ലാറ്റനിങ് ഓഫ് അഫക്റ്റ് അല്ലേ, അപ്പം അത് ഇറ്റ് ഈസ് എ നെഗറ്റീവാണ്. അൻഹെഡോണിയ ആൻഡ് അമോട്ടിവേഷൻസ് ഈസ് ഓൾസോ എ നെഗറ്റീവ് സിംറ്റം. പോവർട്ടി ഓഫ് സ്പീച്ച് ആൻഡ് അപ്പതി ഇറ്റ് മീൻസ് റെഡ്യൂസ്ഡ് സിംറ്റംസ് അല്ലേ. അപ്പോൾ അതും എന്തിൽ പോകും? നെഗറ്റീവ്. അപ്പോൾ അതിൽ വരാത്തത് ഹാലൂസിനേഷൻ ആൻഡ് ബിസെയർ ബിഹേവിയർ അല്ലേ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്: the nurse is providing a teaching section to a client who has ulcerative colitis. The nurse will instruct the client for which diet? അല്ലേ, അപ്പോൾ ഇവിടെ അൾസറേറ്റീവ് കൊളൈറ്റീസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അറിയാം, അൾസറേറ്റീവ് കൊളൈറ്റീസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ കോളൻ അല്ലേ. അപ്പോൾ കോളൻസിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കോളൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കണം അല്ലേ. അപ്പോൾ കോളനിൽ സാധാരണ കോളനിലെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി എന്ത് ചെയ്യുന്നു? ബവൽ ഇവാക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഹൈ ഫൈബർ ഡയറ്റ്സുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹൈ ഫൈബർ ആയിട്ടുള്ള ഡയറ്റുകൾ ഈ കൊളൈറ്റീസ് അല്ലേ അതിൽ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ലോ റെസിഡി ലോ ഫൈബർ ഡയറ്റ് അല്ലേ. അപ്പോൾ ലോ റെസിഡി ലോ ഫൈബർ ഡയറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ മാക്സിമം ഫങ്ഷൻസ് വരുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് തന്നെ അതിൻ്റെ ഡൈജഷൻസ് കംപ്ലീറ്റ് ആവുകയും കോളനെ അത് എന്ത് ചെയ്യത്തില്ല? ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ഡയറ്റ് എന്ന് പറയുന്ന ലോ റെസിഡി ആൻഡ് ലോ ഫൈബർ ഡയറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് വുഡ് എ 70-year adult ഈസ് പ്ലേസ്ഡ് അല്ലേ. അപ്പം എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ 70 years വരുമ്പോൾ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ അല്ലേ. അപ്പോൾ ഈ എറിക്സൻ്റെത് പഠിച്ചു വെച്ചോണം, മിക്ക പരീക്ഷകളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്: ഫ്രൂസിമൈഡ് ആക്ട്സ് ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ നെഫ്രോൺസ് അല്ലേ. നെഫ്രോൺസിൽ ഫ്രൂസിമൈഡ് അല്ലേ, ഫ്രൂസിമൈഡ് ലാസിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ ലൂപ്പ് ഡയററ്റിക്സ്. അപ്പം ലൂപ്പാണ് ആൻസർ. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് ഓപ്ഷനാണ്, ഡിസെൻഡിങ് ലൂപ്പ് ആൻഡ് അസെൻഡിങ് ലൂപ്പ് അല്ലേ. അപ്പോൾ അസെൻഡിങ് എന്ന് പറയുമ്പോൾ തിന്നും, ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ തിക്കുമാണ് അല്ലേ. അപ്പം തിന്നിൽ നമുക്കറിയാം വാട്ടറും, തിക്കിൽ എന്താണ്? സോഡിയം ഇലക്ട്രോലൈറ്റ്സ് അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് കെനിലെ അല്ലെങ്കിൽ തിക്ക് ലൂപ്പ് ഓഫ് കെനിലെ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്: a person with schizophrenia was found to repeat whatever words the psychiatric nurse was speaking. The behavior can be labeled as. അപ്പോൾ ഇവിടെ സൈക്കാട്രിക് നേഴ്സ് എന്ത് ചോദിക്കുന്നു അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. അതിൻ്റെ മീൻസ് എന്താണ്? അത് മിമിക്സ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ മിമിക്സ് ദ വേർഡ്സ് ആണ്. മിമിക്സ് ചെയ്താൽ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് എക്കോലാലിയ അല്ലേ. എക്കോലാലിയ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്: ആഫ്റ്റർ ഫോളിങ് ഫ്രം എ 10 feet ladder, a patient brought to the emergency department. The patient is alert, report back pain and difficulty moving in lower extremities. Which additional observation indicates the patient may experiencing neurogenic shock അല്ലേ. അപ്പോൾ ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ടിപ്പിക്കൽ ന്യൂറോജനിക് ഷോക്കിൽ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബൈ ബ്രാഡികാർഡിയ അല്ലേ. ബാക്കി എല്ലാ ഷോക്കിലും ദർ ഈസ് എ ടക്കികാർഡിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ബ്രാഡികാർഡിയ ഈസ് ദ is an additional observation experiencing in neurogenic shock. Okay, next: the nurse should instruct the patient who is receiving digoxin
ടു റിപ്പോർട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈഡ് ഇഫക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഡിജോക്സിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം മെയിൻലി ഡിജോക്സിൻ്റെ ഏർലി സൈൻ എന്ന് പറയുമ്പോൾ അനറക്സിയ നോസിയ വോമിറ്റിംഗ് ആണ്, ഫോളോഡ് ബൈ വിഷ്വൽ ഡിസ്റ്റർബൻസ് അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ സെൻസിറ്റിവിറ്റി ടു സൺലൈറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 with list 2. Indicate your answer with the help of the code given below. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ന്യൂ കേസസ് ദാറ്റ് ഒക്കർ ഇൻ ഗിവൻ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ന്യൂ കേസസ് ഈസ് ഇൻസിഡൻറ്റ് അല്ലേ. സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് വിച്ച് റിലേറ്റഡ് ടു ബിഹേവിയർ ഇൻ എ ഗിവൻ പോപ്പുലേഷൻ അല്ലേ, അതിനെ നമ്മൾ എപ്പിഡമോളജി എന്ന് പറയും അല്ലേ. നമ്പർ ഓഫ് കേസസ് ഇൻ എ പോപ്പുലേഷൻ ഗിവൻ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് ന്യൂ ആൻഡ് ഓൾഡ് ഈസ് പ്രിവലൻസ് അല്ലേ. ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ദാറ്റ് ഒക്കർ ടുഗദർ ഈസ് കോൾഡ് ഇറ്റ് ആസ് സിൻഡ്രം അല്ലേ. അപ്പോൾ നമുക്ക് പിയോട് ഇത് വരുമ്പോൾ 3 ആണ് വരുന്നത് അല്ലേ. അപ്പം P3 നമുക്ക് മാച്ച് ആവുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് ആൻ ഒബ്സെക്ഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് ആൻ ഒബ്സെക്ഷൻ അല്ലേ. കണ്ടിന്യൂ റിലീവിങ് എ ട്രോമാറ്റിക് ഇവൻറ്റ് അല്ലേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ആൻ ഒബ്സെക്ഷൻ അല്ലേ, ഒബ്സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമല്ല. ആൻ അൺവാണ്ടഡ് തോട്ട് ദാറ്റ് പേഴ്സൺ ഇൻട്രൻസി ഡിസ്ട്രേസ് അല്ലേ. അപ്പം തോട്ട് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ഒബ്സെഷൻ അല്ലേ. അപ്പം 2 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എ ബിഹേവിയർ ദാറ്റ് പേഴ്സൺ ഫീൽ കമ്പൽഡ് ടു പെർഫോം അല്ലേ. അപ്പം ദിസ് ഈസ് നോട്ട് എ തോട്ടാണ്, അപ്പം ബിഹേവിയർ വരത്തില്ല. അതുകൊണ്ട് 1, 3 അല്ലേ. 1, 3 ഈസ് ഓൾസോ കറക്റ്റ്. സംതിങ് പേഴ്സൺ എൻജോയ് ഡൂയിങ് ടോക്കിംഗ് അബൌട്ട് കോൺസ്റ്റൻ്റ്ലി, അതും കറക്റ്റ് അല്ല അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 1, 3, 4 ആണ് നമുക്ക് ഓപ്ഷനായിട്ട് കിട്ടേണ്ടത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange the following 5 events correct order in the occurrence. Stimulation of anterior pituitary, stimulation of ovary, stimulation of neurosecretory cells, release of gonadotropin, release of gonadotropin releasing hormones അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആ സ്റ്റിമുലേഷൻ ഓഫ് ന്യൂറോസെക്രട്ടറി സെൽസ് ഓഫ് ദ ഹൈപ്പോതലാമസ്. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സെക്രീറ്റ് ചെയ്യും? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേഷൻ ഉണ്ടാകും അല്ലേ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റ് ഫോർ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ്. അവിടെ നിന്ന് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് എത്തും, അത് ഓവറി സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലേഷൻ ഓഫ് ന്യൂറോ സെക്രട്ടറി സെൽസ് അല്ലേ. അപ്പോൾ നമുക്ക് 3 തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ഫോളോഡ് ബൈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഫോളോഡ് ബൈ സ്റ്റിമുലേഷൻ ഓഫ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ഫോളോഡ് ബൈ gonadotropic hormones releasing from anterior pituitary. It can stimulate the ovary and release estrogen and progesterone. Option A is the correct answer. Next question, arrange the following events in the order their occurrence in panic circle അല്ലേ. പാനിക് സർക്കിൾ നമ്മൾ അറിയണം. പാനിക് സർക്കിൾ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു സ്റ്റിമുലസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ട്രിഗർ സ്റ്റിമുലസ് 3 മടങ്ങ് വർദ്ധിക്കും അല്ലേ. ട്രിഗർ ദ സ്റ്റിമുലസ് ഫോളോഡ് ബൈ പേഷ്യൻ്റ് ഹാവിങ് അപ്രിഹെൻഷൻ അല്ലേ. ഫോളോഡ് ബൈ പേഷ്യൻസ് ഹാവിങ് എന്നുണ്ടാവും അപ്രിഹെൻഷൻസ് അല്ലേ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രിഗർ ദ സ്റ്റിമുലസ്, അതിനുശേഷം ആ സ്റ്റിമുലസിനെ പ്രസീവ് ആസ് എ ത്രെഡായിട്ട് എന്ത് ചെയ്യും? അത് ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി വറീഡ് ആവും അല്ലെങ്കിൽ അപ്രിഹെൻഷൻസ് ആവും. അങ്ങനെ ബോഡി സെൻസേഷൻ, എക്സസീവ് ബോഡി സെൻസേഷൻസ് ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും? കാറ്റസ്ട്രോഫിക് റിയാക്ഷൻസ് ഓഫ് ദ ബോഡി അല്ലേ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇറ്റ്സ് എ പാനിക് സർക്കിൾ അല്ലേ. അപ്പോൾ അക്യൂട്ട് സിവിയർ ആൻസൈറ്റി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാനിക് അറ്റാക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ട്രിഗർ ദ സ്റ്റിമുലസ് ഫോളോഡ് ബൈ എന്നുണ്ടാവും പ്രസീവ് ദ ത്രെഡ്, ഫോളോഡ് ബൈ അപ്രിഹെൻഷൻ ഓർ വറി, ഫോളോഡ് ബൈ ബോഡി സെൻസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കാറ്റസ്ട്രോഫിക് റിയാക്ഷൻസ് അല്ലേ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, while receiving the blood transfusion the patient developed chills and headache. What should the nurse initial action അല്ലേ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ചിൽസോ ഹെഡേക്കോ ഫീവറോ എന്ത് വന്നാലും ഫസ്റ്റ് ആക്ഷൻ ഓഫ് ദ എന്ന് പറയുന്നത് എന്താണ്? ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ദ ട്രാൻസ്ഫ്യൂഷൻസ് അല്ലേ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Choose the most therapeutic response to Mr. Sham questioning, I am going to die. We all are going to die one day. What has your doctor told to you? You really don't want to talk about death. What do you like to talk about your condition and prognosis അല്ലേ. അപ്പോൾ ഇവിടെ തെറാപ്യൂട്ടിക്കലി
എന്ത് ചെയ്യുന്നു, ശ്യാം പറയുന്നു ഐ ആം ഗോയിങ് ടു ഡൈ അല്ലേ എന്ന് പറയുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ഐഡിയാസ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിൻ്റെ കാരണങ്ങൾ, റീസൺസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ വുഡ് യു ലൈക്ക് ടു ടോക്ക് അബൌട്ട് യുവർ കണ്ടീഷൻ ആൻഡ് പ്രോഗ്നോസിസ്, എന്തൊക്കെയാണ് പ്രോബ്ലംസ്, എന്തൊക്കെയാണ് പ്രോഗ്നോസിസ്, കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, which of the following would be a common indication of infiltration of peripheral intravenous infusions അല്ലേ. ഇൻഫിൽട്രേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, പെരിഫറൽ ഐ വി ലൈൻ ഇൻഫിൽട്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ദ ഏരിയ ബിക്കം സ്വെല്ലിംഗ് അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ് അറൗണ്ട് ദ ഇൻസേർഷൻ സൈറ്റ്. സ്വെല്ലിംഗ് ഈസ് ദ നമുക്ക് ഇവിടെയുള്ള കീവേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Mr. Babida is emergency room after being involved in traffic accident. What would be the sign of hemorrhagic shock? അപ്പോൾ ഹെമറാജിക് അല്ലെങ്കിൽ ഹൈപ്പോവൊളീമിക് ഷോക്കുകളിലൊക്കെ എന്ത് ചെയ്യും, കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അത് കാരണം പേഷ്യൻ്റ് ഹാവിങ് ടക്കികാർഡിയ അല്ല. അപ്പോൾ ഇൻക്രീസ്ഡ് പൾസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 17. ക്വസ്റ്റ്യൻ നമ്പർ 17 ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 70. Miss Anita asked the nurse when she can start eating after surgery. What is the most appropriate response by the nurse? Miss Anita asked the nurse when she can start eating after surgery. What is the most appropriate response? അല്ലേ. അപ്പോൾ പോസ്റ്റ് ഓപ്പ് സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് ഓറൽ ഫ്ലൂയിഡ് അലൗഡ് ആണ് അല്ലേ. ഓറൽ ഫ്ലൂയിഡ് കൊടുക്കുന്നത് എപ്പോഴാണ്, ഗ്യാഗ് റിഫ്ലെക്സ് അല്ലെങ്കിൽ റിട്ടേൺ ടു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അല്ലേ. ഈ രണ്ട് കാര്യങ്ങളും നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് you will likely to start a clear fluids once bowel sound can be heard അല്ലേ. ബൗൾ സൗണ്ട് ക്ലിയർ ആയതിനു ശേഷം ക്ലിയർ ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, when caring of an infant during cardiac arrest, which pulse must be palpated determine the cardiac functions അല്ലേ. കാർഡിയാക്കിൽ നമുക്കറിയാം ഇൻഫൻറ്റ് ഡ്യൂറിങ് കാർഡിയാക് അറസ്റ്റിൽ നമുക്ക് ഇമ്പോർട്ടൻസ് പൾസ് മോണിറ്ററിങ് എന്ന് പറയുന്നത് ഏതാണ്, ഇറ്റ് ഈസ് ബൈ ബ്രേക്കിൽ അല്ലെങ്കിൽ ഇൻഗോയിൻ അല്ലെ. ഫിമറൽ പൾസ് അല്ലെങ്കിൽ ബ്രേക്കൽ പൾസ് ആണ് സാധാരണ ഇൻഫൻറ്റ് കേസുകളിൽ നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ എവിഡൻസ് ടു അസേർട്ട് വെദർ ഓർ നോട്ട് ആൻ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് ദ ഡിഫറൻസ് റെഫേർഡ് ടു അല്ലേ. അപ്പോൾ ഇത് റിസർച്ച് ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ വാലിഡിറ്റി ആണ് അല്ലേ. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിൽ തുടങ്ങുന്നതല്ല അല്ലേ. അപ്പോൾ ഒരു ഇൻ്റർവെൻഷൻസ് അവിടെ തുടങ്ങിയില്ല, എക്സ്പെരിമെൻ്റ് അവിടെ നടന്നിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കണ്ടീഷൻസ് അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ വാലിഡിറ്റി വരത്തില്ല, ക്രൈറ്റീരിയൻ വരത്തില്ല, കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി വരത്തില്ല. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഇൻറ്റേർണൽ വാലിഡിറ്റി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, which nursing theorists believe the most patients capable of performing self care അല്ലേ. അപ്പോൾ സെൽഫ് കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള നേഴ്സിംഗ് തിയറി സിമ്പിളായിട്ട് അറിയാം, ഇറ്റ് ഈസ് ബൈ ഡൊറാത്തി ഓറം ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോസിറ്റീവ് ഓവർ ദ കൗണ്ടർ പ്രഗ്നൻസി ടെസ്റ്റ് അല്ലേ. പ്രഗ്നൻസിയിൽ പ്രിസംറ്റീവ് സൈൻ ഉണ്ട്, പ്രോബബിൾ സൈൻ ഉണ്ട്, പോസിറ്റീവ് സൈൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഓവർ കൗണ്ടർ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ UPT യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ഈസ് ദ പ്രോബബിൾ സൈൻ ഓഫ് പ്രഗ്നൻസി അല്ലേ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, you are working in a pediatric unit hospital caring of 6-year-old boy who has been hospitalized with cystic fibrosis and respiratory compromise. Which developmental task is challenge for this boy at this age അല്ലേ. അപ്പോൾ ഇവിടെ എറിക്സൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഫോർ ദ 6-year-old ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് റെസ്പിറേറ്ററി കോംപ്രമൈസും അല്ല ഇവിടെ പ്രയോറിറ്റി. ഇവിടെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 year ആകുമ്പോൾ ദസ് ഡെവലപ്പ് ഇനിഷ്യേറ്റീവ് ആൻഡ് സെൻസ് ഓഫ് പർപ്പസ് അല്ലേ. അവിടെ പ്രീ സ്കൂളിൻ്റെ എറിക്സൺ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഡ്യൂറിങ് വിച്ച് വീക്ക് ദ ഫീറ്റൽ ഹാർട്ട് ബിഗിൻ ടു പമ്പിങ് ഓൺ ബ്ലഡ് അല്ലേ. ഫീറ്റൽ ഹാർട്ട് ബീറ്റ് ബിഗിൻ ടു പമ്പ് അറ്റ് ദ ഏജ് ഓഫ് 6th week ഓഫ് ജെസ്റ്റേഷൻ അല്ലേ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ക്യാൻസർ ഹാസ് പ്യുവറസ്റ്റ് പ്രോഗ്നോസിസ് അല്ലേ. പുവർ പ്രോഗ്നോസിസ് ഉള്ള ക്യാൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഇറ്റ് ഈസ് ബൈ പാങ്ക്രിയാറ്റിക് ക്യാൻസർ അല്ലേ. പാങ്ക്രിയാറ്റിക് ക്യാൻസർ ആണ് വേഴ്സ്റ്റ് ആൻഡ് പുവറസ്റ്റ് പ്രോഗ്നോസിസ്. നെക്സ്റ്റ്, ദ സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് കറക്റ്റ് സീക്വൻഷ്യൽ ഇൻ ഓർഡർ അല്ലേ. ഇൻഫെക്ഷൻ്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഫെക്ഷനായ മൈക്രോ ഓർഗാനിസം ബോഡിയിൽ എൻറ്റർ ചെയ്യുന്നു അല്ലേ. എൻറ്റർ ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ ഇൻക്യുബേഷൻ പീരീഡ്. അതിനുശേഷം ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് വരുന്നു, പ്രോഡ്രോമൽ സ്റ്റേജിലോട്ട് പോകുന്നു. അതിനുശേഷം സ്പെസിഫിക് ആയിട്ടുള്ള ഡയഗ്നോസിസിലെത്തുന്നു അല്ലേ, ദാറ്റ് ഈസ് ഇൽനെസ് സ്റ്റേജ്. അതിനുശേഷം ഡിഫറൻസ് അല്ലെങ്കിൽ റിക്കവറിയിലോട്ട് പോകുന്നു, ദാറ്റ് ഈസ് കൺവാലസൻറ്റ് സ്റ്റേജ് അല്ലേ. അപ്പോൾ ഇൻക്യുബേഷൻ ഫോളോഡ് ബൈ പ്രോഡ്രോമൽ ഫോളോഡ് ബൈ ഇൽനെസ് ഫോളോഡ് ബൈ കൺവാലസൻറ്റ് സ്റ്റേജ് ആർ ദ സീക്വൻഷ്യൽ ഓർഡർ ഫോർ ദ ഇൻഫെക്ഷൻ. നെക്സ്റ്റ്,
Match the list 1 and 2, give your answer, the code given below. The acetylcholinergic system, raphe-nuclear, lateral hypothalamus, pons basal, forebrain and locus condylarthris. The non-adrenergic system, serotonergic system, hypocretinic system. അല്ലേ? അപ്പോൾ അസറ്റൈൽ കോളിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസറ്റൈൽ കോളിൻ ഈസ് ഫോർ ദ മൂവ്മെൻറ്റ് അല്ലേ. അപ്പം പോൺസ് ആൻഡ് ബേസൽ ഫോർബ്രെയിൻ അല്ലേ. ഇപ്പം പീക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ആണ് അവിടെ കറക്റ്റ് ആൻസർ അല്ലേ. അപ്പം 3 എടുക്കുമ്പോൾ തന്നെ 2 ഓപ്ഷൻസ് വരുന്നു. അതുപോലെ നമുക്കറിയാം നോൺ അഡ്രിനർജിക് സിസ്റ്റം അല്ലേ. നോൺ അഡ്രിനർജിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ബൈ റാഫെ-ന്യൂക്ലിയസ് ഓഫ് ദ ബ്രെയിൻ അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ ആൻസർ ബി ആണ് കിട്ടുന്നത് കേട്ടോ. ആൻസർ ബി 3, 1, 4, 2. ഓക്കെ, നെക്സ്റ്റ് ആദ്യത്തെ 2 എണ്ണത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. acetylcholinergic is the pons and base forebrain and non-adrenergic system by raphe-nuclei and the serotonic system by locus coeruleus and hyposecreting system by lateral hypothalamus. Okay, next, which of the following is the best method to relieve constipation during pregnancy? Lying flat on back while sleeping, increase the intake of vegetables and fruits, reduction of iron intake by half, taking mild over the counter അല്ലേ. അപ്പോൾ ഇവിടെ കോൺസ്റ്റിപ്പേഷൻ റിലീഫ് ചെയ്യാൻ ഹൈ ഫൈബർ ഡയറ്റ് അല്ലേ. ഇൻക്രീസ് ദ ഇൻടേക്ക് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫ് ദ ഫോളോയിങ് വിച്ച് ഡിസീസ് ഈസ് ദ മോസ്റ്റ് ഡെത്ത് ഇൻ ദ വേൾഡ് വൈഡ്? കാർഡിയോവാസ്കുലർ ഡിസീസ്, HIV, AIDS, മലേറിയ ആൻഡ് ട്യൂബർകുലോസിസ് അല്ലേ. അപ്പം വേൾഡ് വൈഡിൽ മോസ്റ്റ് കോമൺ ഡെത്ത് കോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബൈ കാർഡിയോവാസ്കുലർ ഡിസീസ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെക്ടർ ഇൻഫെക്ഷൻസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെക്ടർ ഇൻഫെക്ഷൻ? ആൻ ഇൻഫെക്ഷ്യസ് ഫ്ലൈ, കണ്ടാമിനേറ്റഡ് ബോൾ ആൻഡ് കണ്ടാമിനേറ്റഡ് തെർമോമീറ്റർ ആൻഡ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. വെക്ടർ എടുക്കുമ്പോൾ ഫ്ലൈസ്, മൊസ്കിറ്റോസ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പം ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. An infant born with non-communicating hydrocephalus has just had a ventroperitoneal shunt is inserted. In addition to neuromuscular assessment, what method should the use in child care plan? Reinforce wet dressing over too early, position the infant on operative side, place the infant in semi-follious position, measure the head and abdominal circumference. അപ്പോൾ ഇവിടെ വെൻട്രോപെരിറ്റോണിയൽ ഷണ്ട് ഇൻസേർട്ട് ചെയ്ത ബേബിയിൽ നമ്മൾ ഷണ്ട് മോണിറ്ററിംഗ് ആണ്. അവിടെ ഷണ്ട് ഒബ്സ്ട്രക്ഷൻസ് ആണ് ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ മെഷർ ദ ഹെഡ് ആൻഡ് അബ്ഡോമിനൽ സർക്കംഫറൻസ് ഈസ് ദ പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിനകത്ത് 70ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട് 2 വീഡിയോസിൽ ഇതിൻ്റെ ബാലൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.